കേരളം രൂപീകൃതമായ ഒരു ഘട്ടം തൊട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആദിവാസികളെയും ദലിതരെയും മത്സ്യത്തൊഴിലാളികളെ, തോട്ടം മേഖലയിലെ തൊഴിലാളികളെ, സ്ത്രീകളെ ഒക്കെ തന്നെ അതിപിന്നോക്കരായ മനുഷ്യരെ മുഴുവൻ വളരെ സ്വാഭാവികമായും പുറന്തള്ളുന്ന ഒരു ഡെവലപ്മെൻറ്റ് പ്രക്രിയയാണ് ഈ കേരളം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൻ്റെ ഒരു വികസന പരിപ്രേക്ഷ്യം തന്നെ മധ്യമജാതികളിലും സവർണജാതിയിലും കേന്ദ്രീകൃതമായ ഒരു വികസന സങ്കല്പനമാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ വികസന സങ്കല്പനമായി കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണം എടുത്തു. അതിനുശേഷം വന്ന ഈ പറയുന്ന എയ്ഡഡ് മേഖലയുടെ സെക്ടർ നോക്കിയിരുന്നിരുന്നാലും, അധികാര വികേന്ദ്രീകരണം നോക്കിയിരുന്നിരുന്നാലും, ഈ പറയുന്ന കേരളം ഫോളോ ചെയ്തു വന്ന പല മേഖലകളിലെ വികസനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ വിഭാഗങ്ങളെ പുറന്തള്ളുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായി നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്ന ഒരു സാധനമാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞൊരു ക്ലീശയായ സംഗതിയാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറിയ ആരാണ്? കർഷകരായിട്ടുണ്ടായിരുന്ന കേരളത്തിലെ സവർണ സമുദായങ്ങളും മധ്യമജാതികളുമാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറിയത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ആകും പൈങ്കിളി എന്ന് പറഞ്ഞ് ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മാറിയ കേരളത്തിലെ ആദിവാസികൾക്കും ദലിതർക്കും 3-5 സെൻറ്റ് ഭൂമിയാണ് കിട്ടിയത്. ആ 3-5 ഭൂമി കിട്ടി മിച്ചം വന്ന മനുഷ്യരെ ആണ് പിന്നീട് മിച്ചം വന്ന മനുഷ്യരെ പിന്നീട് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ കോളനികൾ തുടങ്ങുന്നത്. കേരളം ഉണ്ടായ പരശുരാമന് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായ കാലം തൊട്ട് കേരളത്തിൽ കോളനിയൊന്നുമില്ല. കേരളത്തിലെ കോളനികളുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 70-കൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു 100-ൽ താഴെ കോളനികളേ ഉള്ളൂ. ആ കോളനികൾ എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള കുടുംബങ്ങൾക്ക് ഭൂമിയുള്ള കോളനികളായിട്ടാണ് വിഭാവനം ചെയ്യപ്പെട്ടത്. പക്ഷേ 70-ന് ശേഷം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെട്ടതിന് ശേഷം മിച്ചം വന്ന ഈ ലക്ഷക്കണക്കിന് ദലിതാദിവാസികളെ എവിടെ ഉൾക്കൊള്ളിക്കുമെന്നുള്ള കേരളത്തിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് കേരളത്തിൽ EMS ഭവന പദ്ധതിയും ലക്ഷം വീട് കോളനികളും ഹരിജൻ കോളനികളൊക്കെ രൂപപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഒരു വാസത്തിൻ്റെ പ്രശ്നമല്ല, അവർക്കൊരു വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമല്ല. മറിച്ച് കേരളം എങ്ങനെയാണ് ഒരു വലിയ സ്വത്തുടമസ്ഥതയിൽ നിന്ന്, ഒരു വികസന പ്രക്രിയയിൽ നിന്നും ആദിവാസികളെ ദലിതരെ പുറന്തള്ളി എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ, നമുക്കറിയാം, കേരളത്തിൽ ഈ പറയുന്ന ഒരു ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ ഏറ്റവും നമ്മളെപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖല. കേരള മോഡൽ, ഇപ്പം മുരളി മാഷ് സൂചിപ്പിച്ചതുപോലെ കേരളം എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ഒരു സാധനമാണ് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കേരളം മറ്റ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കുറവ് ദേശീയ വികസനം ഏറ്റവും കുറവായിരിക്കുമ്പോൾ തന്നെ ശിശുമരണ നിരക്ക്, അതേപോലെ തന്നെ ആയുരാരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഹ്യൂമൻ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ഏതാണ്ട് യൂറോപ്പിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത നിലവാരമാണ് കേരളത്തിലുള്ളതെന്നും അതാണ് കേരള മോഡൽ എന്ന് പറയുന്ന സംഗതി എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിഘോഷിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മോഡൽ പദ്ധതി എന്ന് ഏതാണ്ട് പൊളിഞ്ഞ് തരിപ്പണമായി. അത് ഇപ്പം ഇന്ന് ഈ ഇടതുപക്ഷത്തു നിന്നുള്ള ചില എക്കണോമിസ്റ്റുകളും വിദഗ്ധരും ഇടതുപക്ഷക്കാരും അല്ലാതെ അതാരും ഇപ്പം അങ്ങനെ കൊണ്ട് ആടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 80-കളൊക്കെ എടുക്കുന്ന സമയത്ത് 80-കൾ 90-കളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ ശരാശരിയെക്കാളും താഴെയാണ് കേരളം എന്ന് പറയുന്നത്. കേരളം ഈ ഭൂപരിഷ്കരണവും ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലും ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണത്തിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയെന്ന് പറയുന്ന കാലത്ത് കേരളത്തിന്റെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് ദേശീയ ശരാശരിയെക്കാളും താഴെയാണ്. ഈ CDSലെ പ്രൊഫസർ ഇരുൾദയൻ രാജൻ എന്ന് പറയും. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മലയാളികൾ ഗൾഫിൽ പോയില്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് മൈഗ്രേഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നു, മലയാളി പട്ടിണി കിടന്ന് ചത്തുപോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ ഒരു എക്കണോമി ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് ഒന്നുമല്ല, മറിച്ച് കേരളത്തിനകത്തേക്ക് വലിയ ഒരുപാട് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മറ്റ് ഇതര ഭാഗങ്ങളിലേക്ക് പോവുകയും അവർ കൊണ്ടുവന്ന ഒരു മണിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു എക്കണോമിയെ ചലിപ്പിക്കുന്നത്. കേരള മോഡൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ
ഏറ്റവും കീഴ്ത്തട്ടിൽ വരുന്ന ആദിവാസി ദലിത് വിഭാഗങ്ങളെയൊക്കെ തന്നെ സാമൂഹ്യമായിട്ട് പുറന്തള്ളുന്ന ഒരു ഡെവലപ്മെന്റ് പ്രക്രിയ. ഇപ്പം പ്രൊഫസർ എം കുഞ്ഞാമനൊക്കെ അത് വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വികസന അനുഭവമാണ്, അതൊരു മോഡലല്ല. വിദഗ്ധരാലോ എക്കണോമിസ്റ്റുകളായിട്ട് എന്തെങ്കിലും എഴുതിയതോ ലോകത്തിന് എവിടെങ്കിലും കൊണ്ടുവന്ന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമുക്ക് ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആയിട്ടുള്ള ഒരു മോഡലല്ല കേരളത്തിന്റെ ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡെവലപ്മെന്റേ അല്ല, അതൊരു വികസന അനുഭവമാണ്. കുഞ്ഞാമൻ പറഞ്ഞതുപോലെ